ദർ ഇസ് എ നീഡ് എന്ന് വെച്ചാൽ ജനങ്ങളെല്ലാവരും വളരെ അസ്വസ്ഥരാണ്. ഇതൊരു നീറ്റ് പേപ്പർ ലീക്കിന്റെ ഒരു പൊട്ടിത്തെറി മാത്രമല്ല, ഇവിടെ തൊഴിലില്ലായ്മ പ്രശ്നം, വിലക്കയറ്റം, അത്തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ സംവിധാനം എന്ന് പറയുന്നത് നമ്മളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മളെ ലാത്തിയും എല്ലാം കാണിച്ച് ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ ഭയപ്പെടില്ല എന്ന് ഇന്നത്തെ യുവതലമുറ ഇന്നത്തെ ഭരിക്കുന്നവരുടെ മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഭയപ്പെട്ട് പിന്നോട്ട് പോകില്ല, ഇനി ഞങ്ങൾക്ക് വീടിനുള്ളിൽ ഇരിക്കാൻ പറ്റില്ല എന്നുറക്കെ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മളുടെ ഇഷ്യൂ തന്നെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ മിക്ക വന്നിട്ടുള്ള ആൾക്കാരും ജെൻസി കാറ്റഗറിയിലുള്ളവരാ. സോ വി നോ ഹൗ ടു ഓപ്പൺ അപ്പ് ടു പീപ്പിൾ, വി നോ ഹൗ ടു ടോക്ക്. സോ വി ആർ ഓൾ ഹിയർ. ആൾക്കാർ ഇവിടെ കൂടിയേക്കുന്നത് മോർ ദാൻ 20 പീപ്പിൾ ഹാവ് കമ്മിറ്റഡ് സൂയിസൈഡ്. സോ അവരുടെ ലൈഫിന് ജസ്റ്റിസ് വേണമല്ലോ, അവരുടെ ഫാമിലിക്ക് ജസ്റ്റിസ് വേണം. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ റീസൺസ്, ബട്ട് ഇറ്റ്സ് ഓൾസോ മെയിൻ റീസൺ വൈ പീപ്പിൾ ആർ ഹിയർ. കുറേ പിള്ളേർ കുറേ വർഷത്തോളം പഠിച്ചെടുത്തിട്ട് ഇവർ എക്സാം എഴുതി എന്നിട്ടും പേപ്പർ ലീക്കായി ആൻഡ് ദേ ഹാവ് ടു റീറൈറ്റ് ഇറ്റ് അഗൈൻ. കുറേ ആൾക്കാർ ദേ ലോസ്റ്റ് ദിയർ ലൈഫ്സ്. അങ്ങനത്തെ ഒരു കോഴ്സ് വി ആർ ഓൾസോ എ സ്റ്റുഡൻറ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷൻ വരുന്നത്. അവിടെ പിള്ളേരെ ലാത്തി ചാർജ് ചെയ്തു, ടിയർ ഗ്യാസ് ഒഴിച്ചു. ഒരു എക്സ്പയർഡ് ടിയർ ഗ്യാസ് നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ അതിൻ്റെ ബാക്കി പുറകെ വരുന്ന പ്രശ്നങ്ങൾ അത് ഒത്തിരിയാണ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. പാട്ട് പാടി അവർ ജസ്റ്റ് പീസ്ഫുള്ളായിട്ട് അവരൊന്ന് സമാധാനമായിട്ട് അവിടെ ഇരുന്നപ്പോൾ അവരെ വന്നിങ്ങനെ അറ്റാക്ക് ചെയ്തു. അതിനെതിരെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. നീറ്റ് കാരണം എത്ര പിള്ളേരുടെ ജീവിതങ്ങളും പോയി. ഞങ്ങൾക്ക് തന്നെ ഫ്രണ്ട്സ് ഉണ്ട് നീറ്റ് എഴുതിയിട്ട് അത് കിട്ടാത്തത് കൊണ്ട് അവർ വേറെ കരിയർ ചൂസ് ചെയ്ത ആൾക്കാരുണ്ട് ഞങ്ങൾക്ക്. അവർക്കൊക്കെ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇപ്പോൾ വന്നേക്കുന്നത്. എൻ്റെ സിസ്റ്റർ ആക്ച്വലി നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സോ അവൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അവൾ യങ്ങറാണ്, ഷീ വാസ് ഗോയിങ് ഫോർ ക്ലാസ്സസ്. അപ്പോൾ ഈ നീറ്റിൻ്റെ ലീക്കിൻ്റെ പ്രശ്നം വന്നു. സോ അവളും കംപ്ലീറ്റ്ലി ഗേവ് അപ്പ് ഹോപ്പ്. അവൾ വേറെ സംഭവത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു.